السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. الله أكبر كلما كبره المكبرون، الله أكبر كلما هلله المهللون، الله أكبر كلما ذكره الذاكرون وكلما غفل عن ذكره الغافلون. الله أكبر كبيرا والحمد لله كثيرا وسبحان الله وبحمده بكرة وأصيلا. لا إله إلا الله والله أكبر الله أكبر ولله الحمد. الحمد لله الذي جعل الكعبة البيت الحرام قياما للناس وجعلها مثابة للناس وأمنا، يجبى إليه ثمرات كل شيء ويسعى إليه وفد الله من كل فج وإقليم، ملبين دعوة أبيهم إبراهيم عليه الصلاة والسلام. وأشهد أن لا إله إلا الله وحده لا شريك له شهادة تبلغنا رضوانه، وأشهد أن نبينا محمدا عبده ورسوله الداعي إلى الصدق والأمانة. اللهم صل وسلم على هذا النبي وعلى آله وأصحابه والتابعين لهم بإحسان إلى يوم الدين. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. أيها الناس اتقوا الله عباد الله وعظموا شعائر الله، فإن تعظيم شعائر الله من تقوى القلوب. وشعائر الله هي كل ما جعل الله تعالى له حرمة ومنزلة، زمانا أو مكانا أو شخصا أو حالا. ذلك ومن يعظم حرمات الله فهو خير له عند ربه. اللهم اجعل عيدنا هذا عيدا سعيدا. الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. ഏറെ ബഹുമാനമുള്ള ആദരണീയരായിരിക്കരെ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും അല്ലാഹുവിൻ്റെ കാരുണ്യവും നമ്മളിൽ എല്ലാം വർഷിക്കുമാറാകട്ടെ. എല്ലാ സഹോദര സഹോദരിമാർക്ക് ആദ്യമായി ഇണ്ടത്തെ ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ബക്രീദ് ശുഭാശയ നേരുകയാണ്. ഈദുക്കും മുബാറക്, കുല്ലു ആം വഅൻതും ബിഖൈർ, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാലി വത്ത്വാഅത്ത്, അഅദഹുല്ലാഹു അലൈനാ വഅലൈക്കും ബിൽഖൈരി വൽയുംനി വൽഅംനി വൽബറകാത്ത്. സഹോദരങ്ങളെ സഹോദരിമാരെ, ത്യാഗത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും സന്ദേശവുമായിട്ടായി ദിക്ർ
ഒരിക്കൽ കൂടി ഈദുൽ അദ്ഹ ബലിപ്പെരുന്നാൾ നമുക്ക് സമാഗതമായിരിക്കരുത്. എന്തിന് ബലിപ്പെരുന്നാളുണ്ട് ചെന്നെങ്കിൽ ആ ബലിപ്പെരുന്നാളിലെ ഉദ്ദേശം എന്തിരെ, അതിലെ വിഷൻ എന്തിരെ? ബലിപ്പെരുന്നാളുണ്ട് ചെന്നെങ്കിൽ ആദർശപിതാവ്, ലോക ജനതയുടെ നേതാവായിട്ടിക്കരെ, ഇമാമായിട്ടിക്കരെ, അബുൽ അംബിയ, അംബിയാക്കന്മാരുടെയെല്ലാം അബ്ബ, പിതാവ് എന്ന് വിളിക്കരെ, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട തോഴൻ, ഇഷ്ടമിത്രൻ എന്ന് വിളിക്കരെ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും അവിടുത്തെ കുടുംബത്തിനെയും ത്യാഗസ്മരണകൾ പുതുക്കുന്നതായിട്ടിക്കറ് ഈ ഈദുൽ അദ്ഹ ചൊല്ലുന്നത്. എന്തായിരുന്നു മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്ദേശം? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദായിരുന്നു. ഇത് എല്ലാ പ്രവാചകന്മാരുടെയും പ്രഥമവും പ്രധാനവുമായിട്ടിക്കരെ ഒന്നാമത്തെ പ്രബോധന വിഷയം ഈ തൗഹീദ് ആയിരുന്നു. ഇത് ജനങ്ങൾക്ക് എത്തുപാട്ടി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മാർഗങ്ങളും, അതിനു വേണ്ട എല്ലാ ത്യാഗങ്ങളും മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വീകരിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് സ്വന്തം കുടുംബത്തിൽ നിന്ന്, സ്വന്തം റായത്തിൽ നിന്ന്, സ്വന്തം ആഡളിത വർഗത്തിൽ നിന്ന്, ഭരണകൂടത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിന് എതിർപ്പുണ്ടായതും ആ എതിർപ്പുകളെയെല്ലാം അതിജീവിക്കണോ അദ്ദേഹത്തിന് സാധിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിലുള്ള അടിയുറച്ച വിശ്വാസമായിരുന്നു എന്ന യാഥാർത്ഥ്യമായിട്ടിക്കറ, എന്ന വാസ്തവികതയായിട്ടിക്കറ ഈ ബലിപെരുന്നാൾ ദിവസത്തിൽ നാം ഓർക്കേണ്ടതായിട്ടിക്കര പ്രധാനമായ കാര്യം. എന്തും അല്ലാഹുവിന് സമർപ്പിക്കണു ഞാൻ തയ്യാറാണ്. അവനായിട്ടിക്കറാണ് എൻ്റെ റബ്ബ്, അവനായിട്ടിക്കറാണ് എൻ്റെ ഇലാഹ്. ആ ഇലാഹുക്ക് മാത്രമാണ് ഞാൻ ഇബാദത്ത് ചെയ്യരെ. ആ ഇബാദത്ത്, ആ ഇലാഹുക്ക് മാത്രമായിട്ടിക്കരുന്ന എൻ്റെ എല്ലാം അനുസരണയും ആരാധനയും ആ അള്ളാഹുക്ക് നൽകുന്നതായിരിക്കുന്ന അനുസരണം, അല്ലെങ്കിൽ അതിന് സമമായിട്ടിരിക്കുന്ന അനുസരണം ഈ ലോകത്ത് ഒരാൾക്കും ഞാൻ നൽകണു തയ്യാറല്ല. അള്ളാഹു നൽകുന്നതായിരിക്കുന്ന ഇബാദത്ത്, ആരാധന, അത് ഈ ലോകത്ത് ഞാൻ വേറെ ഒരാൾക്കും നൽകണു ഞാൻ തയ്യാറല്ല. അള്ളാഹു നൽകുന്നതായിരിക്കുന്ന മഹബത്ത്, അത് ഈ ലോകത്ത് വേറെ ഒരാൾക്കും നൽകണു ഞാൻ തയ്യാറല്ല. ഇതായിരുന്നു മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്ദേശം. ഒരിക്കൽ അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ചൊല്ലുറു, ഇബ്രാഹിം നീ മുസ്ലിം ആവണുണ്ട്, നീ മുസ്ലിം ആവണുണ്ട്, അസ്ലിം, നീ മുസ്ലിം ആകണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ ആർഗ്യുമെന്റ് നടത്തിയില്ല. എന്തുകൊണ്ട് അള്ളാഹു ഞാൻ മുസ്ലിം തന്നെയല്ലേ, പിന്നെ എങ്ങനെയാണ് ഒരു മുസ്ലിം ആവുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചോദിച്ചില്ല. കാരണം മുസ്ലിം ഉണ്ട് ചെന്നെങ്കിൽ കേവലം കനീഷുമാരി മുസ്ലിമല്ല. മുസ്ലിം എന്നിവിടെ അല്ലാഹു തആല ഉദ്ദേശിച്ചത് പൂർണ്ണമായ അർപ്പണബോധത്തോടെ അല്ലാഹുവിന് പൂർണ്ണമായ നിലയ്ക്ക് കീഴൊതുങ്ങി ജീവിക്കുക എന്നതാണ് അല്ലാഹു ഉദ്ദേശിക്കുന്ന ഇസ്ലാം. ആ ഇസ്ലാമിനെ പറ്റി അല്ലാഹു തആല ചൊന്നത്, അല്ലാഹുവിന് സ്വീകാര്യമായത് ഇസ്ലാം മാത്രമായിട്ടിക്കറ്. ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. ഇസ്ലാം അല്ലാത്ത ഒരു ദീന്, ഒരു ധർമ്മം, ഒരു ആദർശം, ഒരു തത്വസംഹിത ആരെങ്കിലും ഒരാൾ അവൻ്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ടാൽ അത് കാണവൻ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അത് ഏത് പേരിൽ അറിയപ്പെട്ടതായാലും ശരി, കമ്മ്യൂണിസം എന്ന പേരിലോ, ക്യാപിറ്റലിസം എന്ന പേരിലോ, ഡാർവിനിസം എന്ന പേരിലോ,
ഹെഗലിനിസം എന്ന പേരിലോ ഫ്രോയിഡിസം എന്ന പേരിലോ ലിബറലിസം എന്ന പേരിലോ ഏത് പേരിൽ അറിയപ്പെട്ടാലും ശരി, അള്ളാഹുവിൻ്റെ ദീനധർമ്മത്തിന് പകരമായിട്ടാണ് അവൻ അതിനെ സ്വീകരിക്കുന്നതെങ്കിൽ ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്നിട്ട് സ്വീകരിക്കൂല. അല്ലാഹു തആല ചൊല്ലുന്നു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ ആഖിറത്തിൽ നഷ്ടപ്പെട്ടവനായിരിക്കും അല്ലാഹു തആല ചൊല്ലുന്നു. അപ്പൊ ഇസ്ലാം ഉണ്ട് ചൊന്നെങ്കിൽ എന്തിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ട ഇസ്ലാം എന്തായിട്ടിക്കറ് എന്ന് ലോകത്തേക്ക് അല്ലാഹു തആല പഠിപ്പാട്ടി കൊടുക്കുന്നതിന് വേണ്ടി അല്ലാഹു അതൊക്കെ ഉദാഹരണയായി മാതൃകയായി തിരഞ്ഞെടുക്കുന്നത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ആയിട്ടിക്കറ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയോട് അല്ലാഹു തആല ചൊല്ലുന്നത് ഇബ്രാഹിം നീ മുസ്ലിം ആകണം എന്ന് ചൊന്ന ഉടനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വായിൽ നിന്ന് വന്നത് എന്താണ്? അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അല്ലാഹ് ഞാൻ മുസ്ലിമായ ലോകരക്ഷിതാവിൻ്റെ മുന്നിൽ പൂർണ്ണമായും കീഴതു കൊണകോ. ആ റബ്ബ് നന്നിട്ട് എന്തിനെ പടിപാടി എന്ത് കൽപ്പിക്കറ് അത് പൂർണ്ണമായും ഞാൻ ശിരസാവഹിക്കണു, ഞാൻ തയ്യാറായ അല്ലാഹ് എന്ന് അല്ലാഹുവിന്റെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചൊന്നു. ശരി, അല്ലാഹു തആല പരീക്ഷിക്കറ്. അപ്പം നോക്കണം, അല്ലാഹു തആലക്ക് അറിയണക്ക് വേണ്ടിയല്ല, ലോകത്തേക്ക് പിടിപ്പാട്ടണക്ക് വേണ്ടി ഇസ്ലാം വിട്ടു ചെന്നെങ്കിൽ എന്തിരെ ആ ഇസ്ലാമുക്ക് വേണ്ടി സമർപ്പിക്കരുതെന്ന് ചെന്നെങ്കിൽ എങ്ങനെയായിരിക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലൂടെ അല്ലാഹു തആല പിടിപ്പാട്ടറ്. അതോ പരീക്ഷണത്തിൻ്റെ തീച്ചൂളകൾ ഒന്നുക പുറകെ ഒന്നായി നീറുന്ന 100 പരീക്ഷകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പരീക്ഷിക്കരുത് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതം കൊണ്ട് ചെന്നെങ്കിൽ എങ്ങനെയാണ്? ഒരുപാട് യാത്രകൾ നിറഞ്ഞ സഫറുകൾ നിറഞ്ഞ ജീവിതമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതം. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പൈതായിശീവത്തിന് ജന്മനാട് എവിടെയാണ്? ഇറാഖാണ്. ഇറാഖിലെ ഉർ എന്ന് ചൊല്ലുന്ന ഒരു സ്ഥലമാണ്. ആ ഇറാഖിൽ നിന്നിട്ട് അദ്ദേഹം അവിടുന്ന് യാത്രയായിട്ട് കൻആനിലേക്ക്, ഫലസ്തീനിലേക്ക് അദ്ദേഹം യാത്രയാവുന്നു. ഫലസ്തീനിൽ നിന്നിട്ട് പിന്നീട് ഹിജാസിലേക്ക്, മക്കയിലേക്ക്, വീണ്ടും ഫലസ്തീനിലേക്ക്, സിറിയ, ജോർഡാൻ, അങ്ങനെ പല രാജ്യങ്ങളും അദ്ദേഹം യാത്രയാവുന്നു. എന്തിനു വേണ്ടി? അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പവനമായ ദീനുൽ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യണക്ക് വേണ്ടി, അതിനെ പ്രചരിപ്പിക്കുക എന്ന മഹാദൗത്യം അത് നിർവഹിക്കണക്ക് വേണ്ടി, അത് പൂർത്തീകരിക്കണക്ക് വേണ്ടി അദ്ദേഹത്തിന് ഒരാഗ്രഹമുണ്ടായിട്ടുണ്ട്. മക്കളില്ലാതെ വല്ലാതെ ബേജാറായിട്ടുണ്ട് അയാള്. അങ്ങനെ ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ, വാർദ്ധക്യത്തിൽ അദ്ദേഹത്തിന് ഒരു മകനെ അല്ലാഹു തആല കൊടുത്തു. ഇസ്മായിൽ എന്ന് ചൊല്ലുന്ന മകനെ. അങ്ങനെ ആ മകനെ, പിഞ്ചു പൈതലായ ആ മകനെ മക്കാ മണലാരണ്യത്തിൽ വിജനമായിട്ടിക്കരെ, ജനവാസമില്ലാത്ത, ജനങ്ങളില്ലാത്ത, ഫലങ്ങളില്ലാത്ത, മരങ്ങളില്ലാത്ത ആ മരുഭൂമിയിൽ കൊണ്ടാക്കണക്ക് വേണ്ടി അല്ലാഹുവിന്റെ കൽപ്പന വന്ന് തയ്യാറായി അദ്ദേഹം. കാരണം എന്തേ? അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനെ ഞാൻ സമർപ്പിച്ച, ഞാൻ മുസ്ലിമായി എന്ന് പളക്കം കൊടുത്ത ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് ഏറ്റെടുക്കാണ്ട് നിർവാഹമില്ല. പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ ആ മകൻ കുറച്ചൊക്കെ ഇങ്ങനെ നടക്കാനുള്ള പ്രായമായപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കൽപ്പന വേണ്ടത് എങ്ങനെ? ആ മകനെ നിങ്ങൾ ബലിയർക്കണം ഇബ്രാഹിം, ബലിയർക്കണോട്ടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന വന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അതുക്കും തയ്യാറായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. ആ പരീക്ഷണങ്ങളിലെല്ലാം അദ്ദേഹം വിജയിക്കുകയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലുന്നത്, വഇദ്ബതലാ ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല പരീക്ഷിച്ചിട്ട് അങ്ങനെ ആ പരീക്ഷണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായ നിലക്ക് അദ്ദേഹം വിജയം വരിച്ചുകൊണ്ട് അല്ലാഹു തആല ചൊല്ലുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ഓർക്കുകയാണ് ഇന്നത്തെ ദിവസം നാം ചെയ്യേണ്ടത്. നോക്കൂ, ഹജ്ജ് ആരാണ് സംവിധാനിച്ചത്? നമുക്കൊക്കെ പിടിയുള്ളല്ലോ. ഈ ദിവസങ്ങളെല്ലാം ഹജ്ജിൻ്റെ കർമ്മങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ദിവസങ്ങളായിട്ട്, പ്രത്യേകിച്ചും ഇണ്ടത്തെ ദിവസം അതേപോലെ കഴിഞ്ഞ ഇന്നലത്തെ ദിവസമെല്ലാം തന്നെ ഹജ്ജിൻ്റെ പ്രധാനമായ കർമ്മങ്ങളൊക്കെ നടക്കരുതായിരിക്കുന്ന ദിവസങ്ങളായിരിക്കരുത്.
ആരാണ് ഈ ഹജ്ജ് സംവിധാനിച്ചത്? പ്രിയമുള്ളവരെ, ആ ഹജ്ജ് സംവിധാനിക്കണുകോ, ആ ഹജ്ജിക്ക് വേണ്ടി വിളിക്കുന്ന മുന്നുള്ള ആ കഅബാലയത്തിന്റെ നിർമ്മാണം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഏൽപ്പിച്ചിട്ട് പുനർനിർമ്മാണം. ആ കഅബാലയം എന്തുകാണത് അതവിടെ നിർമ്മിച്ചത്? ആ കഅബാലയം കൊണ്ട് ചെന്നെങ്കിൽ അതൊരു സാധാരണ പള്ളികളെ പോലെ, ഒരു സാധാരണ ആരാധനാലയങ്ങളെ പോലെ ആരാധനാ സ്ഥലം മാത്രമായിരുന്നില്ല കഅബാലയം എന്ന് ചൊല്ലുന്നത്. കഅബാലയത്തെ എന്തുകാണ് അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലൂടെ പുനർനിർമ്മിക്കാൻ ആവശ്യപ്പെട്ടത്? പരിശുദ്ധമായ ഇസ്ലാം ദീനാകുന്ന സാർവത്രികമായ ഈ പ്രസ്ഥാനത്തിന്റെ പ്രചരണ കേന്ദ്രമായിട്ടാണ് ആ കഅബാലയത്തെ നിശ്ചയിച്ചിട്ടുള്ളത്. അതേ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനുള്ള ഏക കേന്ദ്രമായിട്ടാണ് കഅബാലയത്തെ അവിടെ പടുത്തുയർത്താൻ വേണ്ടി അല്ലാഹു തആല ആവശ്യപ്പെട്ടതും. എന്നിട്ട് ആ കഅബാലയത്തിലേക്ക് തീർത്ഥാടനം നടത്തുന്നതിന് വേണ്ടി, ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ചു ചെല്ലുന്നതിന് അല്ലാഹു തആല ആവശ്യപ്പെട്ടിരുന്നു. വഅസ്സിം ഫിന്നാസി ബിൽ ഹജ്ജ്, ഇബ്രാഹിമെ ഹജ്ജിക്ക് വേണ്ടി ജനങ്ങളോട് വിളംബരം ചെയ്യുക. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കേൾക്കുക, അന്ന് ജനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലാഹുവേ, ഞാൻ എങ്ങനെയാണ് ജനങ്ങൾക്ക് ഈ ഹജ്ജിനെ സംബന്ധിച്ച് ഞാൻ എങ്ങനെ വിളിച്ചു ചൊല്ലരുത്? നിൻ്റെ ശബ്ദം എങ്ങനെ കേൾക്കും? അല്ലാഹു തആല പറഞ്ഞു, ഇബ്രാഹിമെ നിങ്ങൾ വിളിക്കോറു, അത് കേൾപ്പാട്ട പണി നമ്മുടേതാണ് എന്ന്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഹജ്ജിക്കായി ജനങ്ങളെ വിളിക്കറ്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വീണ്ടും ജനലക്ഷങ്ങൾ, അങ്ങനെ കോടികൾ അവിടെ ഒഴുകി എത്തുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ഹജ്ജിൻ്റെ മഹത്തായ സന്ദേശമാണ് ഈദുൽ അദ്ഹായുടെയും സന്ദേശം. ഹജ്ജ്, ആ ഹജ്ജിലൂടെ പ്രമുഖരായ ലോക നേതാക്കൾക്ക് അവരിൽ നിന്ന് ആ ഹജ്ജിലൂടെ അവർ ഹജ്ജ് ചെയ്തിട്ട് അവരിലുണ്ടായ പരിവർത്തനങ്ങൾ, മാനസാന്തരങ്ങൾ, അതിലൂടെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഹജ്ജിലൂടെ. ആ ഹജ്ജ് എന്ന് പറയുന്നത് ശരിക്കും അല്ലാഹുവിൻ്റെ ദീനിനെ പ്രചരിപ്പിക്കാനുള്ള ഒരവസരമാണ്. കഅബാലയത്തിൻ്റെ പുനർനിർമ്മാണവും എല്ലാം തന്നെ നിങ്ങൾക്കറിയില്ലേ, നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാകും, അമേരിക്കയിലെ കറുത്ത വർഗക്കാരുടെ വിമോചകനായിട്ട് അറിയപ്പെടുന്ന മാൽക്കം എക്സ് എന്ന് ചൊല്ലുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കറുത്ത വർഗക്കാരുടെ വിമോചനത്തിന് വേണ്ടി വാദിച്ചിരുന്ന, അതിനു വേണ്ടി പരിശ്രമിച്ചിരുന്ന ഒരു വലിയ ലീഡർ, ഒരു നേതാവായിരുന്നു. നമുക്കറിയാമല്ലോ, സൗത്ത് ആഫ്രിക്കയിൽ ഒരുപാട് വർഷങ്ങളോളം കറുത്ത ആ വംശീയതക്ക് ആൻറ്റി അപ്പാർത്തൈഡിന് വേണ്ടി പ്രവർത്തിച്ച നെൽസൺ മണ്ടേലയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നെൽസൺ മണ്ടേല ഒരുപാട് വർഷങ്ങൾ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. സൗത്ത് ആഫ്രിക്കയുടെ ഫോർമർ പ്രസിഡൻ്റായിരുന്ന ഒരു ബ്ലാക്ക് ലീഡർ എന്നറിയപ്പെടുന്ന ആളാണ് നെൽസൺ മണ്ടേല. അതേപോലെ തന്നെ അമേരിക്കയിലെ കറുത്ത വർഗക്കാരുടെ വിമോചകനായിട്ട് അറിയപ്പെട്ടിരുന്ന ആളാണ് മാൽക്കം എക്സ്. അദ്ദേഹത്തിൻ്റെ ചിന്ത എന്ന് പറയുന്നത് കറുത്ത വർഗക്കാർ, അതേ ഈ ബ്ലാക്ക് നേഷണലിസം, അതിനു വേണ്ടി ഒരു പ്രത്യേകമായ സംഘടനയുണ്ടാക്കണം, അവർക്ക് അവരുടേതായ സ്വത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സംഘടന, ഒരു മൂവ്മെന്റ് ഉണ്ടാക്കണമെന്ന് വാദിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അത്രമാത്രം ആ കറുത്ത ബ്ലാക്ക് വംശീയത അദ്ദേഹത്തിൻ്റെ മനസ്സിനെ പിടികൂടിയിട്ടുണ്ടായിരുന്നു മാൽക്കം എക്സിൻ്റെ. കാരണമുണ്ട്, അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത്, അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് വെളുത്ത വർഗക്കാരിൽ നിന്നിട്ട് ഒരുപാട് പീഡനങ്ങൾ, ഒരുപാട് അക്രമങ്ങൾ നേരിട്ട ഒരു മനുഷ്യനായിരുന്നു ഈ മാൽക്കം എക്സ് എന്ന് ചൊല്ലുന്ന ഒരാള്. എന്ന് മാത്രമല്ല, 6 വയസ്സ് പ്രായമാവുമ്പോഴത്തോ, ചെറിയിരിക്കുമ്പോഴത്തോ 6 വയസ്സ് പ്രായമാവുമ്പോഴത്തോ അദ്ദേഹത്തിൻ്റെ അബ്ബാരെ കൊല ചെയ്തത് ഈ വെളുത്ത വർഗക്കാരായിരുന്നു. റാസിസ്റ്റ് അറ്റാക്കിലൂടെയാണ് സ്വന്തം അബ്ബ മരിച്ചത് എന്ന് കൂടി നാം മനസ്സിലാക്കണം. ഫാസിസ്റ്റുകളുടെ ബുദ്ധിമുട്ട് നാം അനുഭവിക്കുന്നവരാണ് ഇന്ത്യ രാജ്യത്ത്, അല്ലേ? നമുക്കൊക്കെ പിടിയുണ്ട് ഫാസിസം എത്രമാത്രം അപകടമുണ്ട് ചെന്നു. ഫ്രിഡ്ജിൽ കുറച്ച് ഇറച്ചി വെച്ചതിൻ്റെ പേരിൽ അത് പയ്യുര ഇറച്ചിയാണ് എന്ന് പറഞ്ഞും കൊണ്ട് പഹ്ലുഖാൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ ക്രൂരമായി, നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടത് ഫാസിസ്റ്റുകളായിരുന്നു. ഫാസിസം എത്രമാത്രം ഡേഞ്ചറാണ് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നീട് നോക്കുമ്പോൾ അത് പയ്യുര ഇറച്ചിയല്ല, അത് ആടിര ഇറച്ചിയാണ് എന്നാണ് പിന്നീട് ബോധ്യമായത്.
ഇതേപോലെ ഫാസിസം പോലെ തന്നെ അപകടകരമാണ് റേസിസം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അതേ കപ്പു ബിളി, ബിളി കപ്പു, വെളുത്തവർ കറുത്തവർ എന്നുള്ള ഈ വിവേചനം, അങ്ങനെ കറുത്തവർക്ക് വേണ്ടി, ബ്ലാക്ക് നാഷണലിസത്തിന് വേണ്ടി, അതേ കറുത്ത വംശീയതയ്ക്ക് വേണ്ടി ശക്തമായി വാദിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു മാൽക്കം എക്സ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. എപ്പോൾ? 1964 അദ്ദേഹം ഹജ്ജ് കർമ്മം നിർവഹിക്കൊണ്ടു പോകും. മനസ്സിലാക്കണം, ഹജ്ജ് കർമ്മം നിർവഹിക്കൊണ്ടു പോകും 1964. അങ്ങനെ ആ ഹജ്ജ് കർമ്മം നിർവഹിക്കൊണ്ടു പോകുമ്പോൾ ആ ഹജ്ജിലൂടെ അദ്ദേഹം ഓരോ കാര്യവും അദ്ദേഹം ഒബ്സർവ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്ത പരിവർത്തനമുണ്ടായി എന്ന് അദ്ദേഹം തന്നെ പിന്നീട് എഴുതി വെച്ചു. വല്ലാത്ത മാറ്റമുണ്ടായി. ഇഹ്റാമിലേക്ക് പ്രവേശിക്കലോടുകൂടി, ഇഹ്റാമിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണല്ലോ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത്. ആ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ തുന്നലുകളില്ലാത്ത 2 വസ്ത്രം, എല്ലാവരുടെയും വസ്ത്രം ഒരുപോലെയാണ്. ആർക്കും ഉന്നതനായ വെളുത്തവനൊരു വസ്ത്രം, കറുത്തവനൊരു വസ്ത്രം, അങ്ങനെ ഒന്നില്ല. എല്ലാവർക്കും ഒരേ വസ്ത്രമാണ്. അങ്ങനെ ആ ഒരേ വസ്ത്രം ധരിച്ചിട്ട് അതേ പുറം ലോകത്തുള്ള അഹന്തയുടെ, അഹംഭാവത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ മാറ്റിവെച്ച് 2 മുണ്ടിൽ ഒതുങ്ങുന്ന ഇഹ്റാമിലേക്കുള്ള പ്രവേശം അദ്ദേഹത്തെ ചിന്തിപ്പിക്കുകയാണ്. അങ്ങനെ പിന്നീട് എന്തുണ്ടായി? ഇഹ്റാമിലേക്ക് പ്രവേശിച്ചതിന് ശേഷം എല്ലാവരുടെയും വായിൽ നിന്ന് വരുന്ന വാക്ക് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. ഇതാണ് ഹജ്ജിൻ്റെ ലാംഗ്വേജ്, ഇതാണ് ഹജ്ജിൻ്റെ ഭാഷ, ഇതാണ് ഹറമിൻ്റെ ഭാഷ. ഇത് വല്ലാതെ അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു. കാരണം പല ഭാഷക്കാർ അവിടെയുണ്ട്, പല ദേശക്കാർ അവിടെയുണ്ട്, പല വംശക്കാർ അവിടെയുണ്ട്. എല്ലാവരുടെയും വായിൽ നിന്ന് വരുന്ന വാക്ക് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക്. അല്ലാഹ്, നിന്റെ വിളി കേട്ടിട്ടിതാ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തിരിക്കുന്നു റബ്ബേ, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇത് വല്ലാതെ അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു. ഇതാണ് ഹജ്ജിൻ്റെ ഭാഷ, ഹറമിൻ്റെ ഭാഷ. അവിടെ എല്ലാവരും കറുത്തവനായാലും വെളുത്തവനായാലും രാജാവായാലും പ്രജയായാലും അവൻ്റെ നാവിൽ വരുന്ന ഒരേ ഒരു ഭാഷയാണ്. പിന്നീട് തവാഫ്, കഅബാലയത്തെ, ലോകത്തിൻ്റെ കേന്ദ്രമായിട്ടിക്കര കഅബാലയത്തെ തവാഫ് ചെയ്യുമ്പോൾ തൻ്റെ വലതുവശത്ത് കറുത്ത ചുരുണ്ട മുടിയുള്ള നീഗ്രോക്കാരനായ ഒരാളാണ് വലതുവശത്തുള്ളതെങ്കിൽ തൻ്റെ ഇടതുവശത്ത് ചിലപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അറസനായിരിക്കാം, ഒരു രാജ്യത്തിൻ്റെ രാജാവായിരിക്കാം, നായകനായിരിക്കാം, നേതാവായിരിക്കാം. അവിടെ ആരെയും നിസ്സാരമായി കാണാൻ പാടില്ല. എല്ലാവരും അല്ലാഹുവിൻ്റെ അടിമകളാണ് എന്ന ബോധം അദ്ദേഹം ഇങ്ങനെ ഓരോന്ന് നിരീക്ഷിക്കുകയാണ് മാൽക്കം എക്സ്. പിന്നീട് സഈ, സഫാ മർവായുടെ ഇടയിലുള്ള ഓട്ടം. എന്തിനാണ് കൂട്ടരെ ഇന്നും ഓടുന്നത്? ഒരു ഓട്ടമാണ്, നമുക്കൊക്കെ ഒരു കളിയാണ്, ഒരു തമാശയാണ്. എന്തിനാണത് ഓടുന്നത്? ആരെ സ്മരിക്കുന്നത് വേണ്ടിയാണത് ഓടുന്നത്? സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഒരു കറുത്ത ഒരു പെണ്ണ്, ഒരു ബ്ലാക്ക് മഹദി, ഒരു പെണ്ണ് ഹാജറാട്ട് ചൊല്ലുറേ. അതെ, ഒരു അടിമ സ്ത്രീ ആയിരുന്ന ഹജറ തൻ്റെ പിഞ്ചു കുഞ്ഞിക്ക് ഇസ്മായിലിട്ട് ചൊല്ലുറേ. പിഞ്ചു കുഞ്ഞിക്ക് മലപ്പാൽ കൊടുക്കണക്ക് മലപ്പാൽ തീർന്നപ്പോ അതിങ്ങനെ വാവിട്ട് കരയുമ്പോ കുടിക്കണക്ക് ദാഹജലം തണ്ണിക്ക് വേണ്ടി സഫായുടെയും മർവായുടെയും ഇടയിൽ അവരിങ്ങനെ ഓടി. ആ കറുത്ത മഹദിയുടെ ഓർമ്മ പുതുക്കലാണ് സഈ. അങ്ങനെ ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങൾ വിശദീകരിക്കാൻ കൂടുതൽ നീട്ടാൻ ഇവിടെ സമയമില്ല. ഹജ്ജിന്റെ ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടുത്തെ എടുത്തു പറഞ്ഞത്. അറഫയിലെ മഹാസംഗമം, ഇതൊക്കെ അദ്ദേഹം ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ കാരണമായപ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വല്ലാത്ത മാറ്റമുണ്ടായി. പിന്നീട് അദ്ദേഹത്തിന്റെ ചിന്തകൾ, ആ പഴയകാല ചിന്തകളൊക്കെ മാറ്റി ഒരു പുതിയ ഒരു ലോകത്തേക്ക് അദ്ദേഹം കടന്നത് കാണാം. കാരണം ജനകോടികളെ ഒരേ വസ്ത്രത്തിൽ, ഒരേ ഭാഷയിൽ, ഒരേ ചിന്തയിൽ ഒരുമിച്ച് കൂടുന്ന മഹാസംഗമമാണ് അറഫ സംഗമം. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കി. എത്രയോ ആളുകൾ ഈ ഹജ്ജിൻ്റെ കർമ്മങ്ങളിലൂടെ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായി തീർന്നു. ഈ ഹജ്ജിൻ്റെ മഹത്തായ മഹിതമായ സന്ദേശമായിട്ട് പ്രിയമുള്ളവരെ, ഈ വലിയ പെരുന്നാളിൻ്റെ സന്ദേശവും എന്ന് കൂടി നാം മനസ്സിലാക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഇഷ്ടപ്പെടുന്ന ദിവസമാണ്.
അള്ളാഹുവിന് വേണ്ടി ബലി നൽകുക. അതായത് ആ ബലിയിലൂടെ ഞാൻ എന്തും അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ, ഏത് ത്യാഗം ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നതിൻ്റെ പ്രതീകമായിട്ടിക്കർ ആ ബലികർമ്മത്തിലൂടെ ഉള്ളത് എന്ന് നാം മനസ്സിലാക്കണം. ഇന്നത്തെ ദിവസം അല്ലാഹു തആലാക്ക് ഏറ്റവും പ്രിയങ്കരമായതും ആ ബലികർമ്മം തന്നെയാണ്. അതുകൊണ്ട് ആ കർമ്മം ഓരോരുത്തരും നിർവഹിക്കുന്നതിന് വേണ്ടി തയ്യാറാകണം. അതിൻ്റെ മാംസങ്ങൾ അല്പം ഭക്ഷിച്ച് അതേപോലെ സാധുക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയും ദാനധർമ്മം ചെയ്യുന്നതിന് വേണ്ടിയും ഓരോരുത്തരും തയ്യാറാകണം. ദാനധർമ്മത്തിന് വളരെയേറെ പ്രാധാന്യമുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം. സദഖാക്ക് അല്ലാഹുവിൻ്റെ റസൂൽ പ്രത്യേകമായ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ പ്രവാചകൻ തൻ്റെ ഖുത്ബ കഴിഞ്ഞതിന് ശേഷം സ്ത്രീകളടുക്കൽ പോയിട്ട് പോലും അവരിൽ നിന്ന് പോലും സദഖ പിരിപ്പിച്ചത് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മദ്രസയുടെ കൺസ്ട്രക്ഷനൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ഉദാരമായ നിലക്ക് ആ മദ്രസയുടെ ആ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഉദാരമായ നിലക്ക് നിങ്ങൾ സംഭാവന ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. അതേപോലെ മറ്റൊരു കാര്യം, ജൂൺ 30 ലേൺ ദ ഖുർആൻ്റെ എക്സാം ഇവിടെ നടക്കണക്ക് പോകുന്നു. അതിന് വേണ്ടി എല്ലാവരും തയ്യാറാകണം. കഴിയുന്നത്ര അള്ളാഹുവിൻ്റെ ആ കലാം പഠിച്ചിട്ട് ആ പരീക്ഷയ്ക്ക് വേണ്ടി ദഹിക്കണക്ക് തയ്യാറാകണം. അതിൽ വിജയിച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകമായ സമ്മാനങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, അവർക്ക് ഖുർആൻ അള്ളാഹുവിൻ്റെ ദീന് മനസ്സിലാക്കുന്നതിനുള്ള ഒരവസരമാണ്, തൗഹീദ് മനസ്സിലാക്കുന്നതിനുള്ള ഒരവസരമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഖുർആൻ നന്നായി പഠിക്കുക, പരീക്ഷയിൽ വിജയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചത് ജനങ്ങൾക്ക് പ്രചരിപ്പിക്കുക. ഈ മഹത്തായ ഈദിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും സൽകർമ്മങ്ങൾ പൂർണ്ണമായ നിലക്ക് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وآخر دعوانا أن الحمد لله رب العالمين.